കോളനി പേരുമാറ്റൽ വിഷയത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച OR കേളുവിന്റെ പ്രസ്താവന. വിഷയം കൂടുതൽ പഠിക്കണമെന്നും നേരത്തെ ഉണ്ടായിരുന്ന പേര് മാറ്റി ഒരേ പേര് നൽകുന്നതിൽ ലോജിക് ഇല്ലെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്. പഴയ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രാബല്യത്തിലെത്തിയ ഉത്തരവ് നടപ്പിലാക്കണമോ വേണ്ടയോ എന്നതാണ് ഉദ്യോഗസ്ഥരെ കുഴപ്പിക്കുന്നത്. അതായത് കോളനി എന്നുള്ളത് ഞാൻ നേരത്തെ മുതൽ തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഈ കോളനി എന്ന് പറയുന്നത് ഒരു അടിമത്തത്തിന്റെ ഒരു സിമ്പലായിട്ടാണ്. അത് ആ കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളത് നമ്മൾ നിരവധി ഘട്ടത്തിൽ ചർച്ച ചെയ്താണ്. എന്തായാലും ഈ ലാസ്റ്റ് മൊമെന്റിൽ കോളനി അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോളനി എന്നുള്ള വാക്ക്. പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളുടെ കോളനി, സങ്കേതം, ഊര് തുടങ്ങിയ പേരുകൾ മാറ്റണമെന്ന അവസാന ഉത്തരവും പുറത്തിറക്കിയ ശേഷം ചരിത്രപരമായ തീരുമാനമെടുത്ത് താൻ പടിയിറങ്ങുന്നുവെന്ന മട്ടിലാണ് കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ പുതിയ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റെടുത്ത OR കേളുവിന്റെ വാക്കുകൾ ഇങ്ങനെ. അതിനെപ്പറ്റി കുറച്ച് പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോളനി, ആ കോളനീന്റെ പേര് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ എല്ലാവർക്കും ഒരേ പേര് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതൊരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം ഊരുകളുടെ സങ്കേതങ്ങളുടെ അഭിപ്രായം നമുക്ക് വിലപ്പെട്ടതായിരിക്കും. അവരെ നമ്മൾ മുകളിലേക്കെടുക്കണം. അപ്പൊ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ അങ്ങോട്ട് ആലോചിക്കുക. മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണൻ ഉത്തരവ് പുറത്തിറക്കിയ വിഷയത്തിൽ കൂടുതൽ പഠിക്കാനുണ്ടെന്നാണ് പുതിയ മന്ത്രിയായ OR കേളു പറയുന്നത്. ഊരുകളുടെയും സങ്കേതങ്ങളുടെയും അഭിപ്രായങ്ങൾ മുഖവിലേക്കെടുക്കുമെന്നും എന്നിട്ടായിരിക്കും കാര്യങ്ങൾ ആലോചിക്കുകയെന്നും മന്ത്രി പറയുമ്പോൾ പെട്ടത് ഉദ്യോഗസ്ഥരാണ്. ആര് പറഞ്ഞതാണ് സർക്കാർ നിലപാടെന്നതാണ് പ്രധാന ചോദ്യം. പഴയ മന്ത്രിയുടെ ഔദ്യോഗിക ഉത്തരവും പുതിയ മന്ത്രിയുടെ പ്രഖ്യാപനവും മുമ്പിലുണ്ട്. പുതിയ മന്ത്രി കാര്യങ്ങൾ പഠിക്കുന്ന കാലം വരെ രാധാകൃഷ്ണന്റെ ഉത്തരവ് ഐസിട്ട് വയ്ക്കണമോ എന്നതാണ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം ആദ്യ ദിവസം തന്നെ മുഖത്തോട് മുഖം ചോദിക്കുന്നത്. പദ്ധതികളും ആനുകൂല്യങ്ങളും ഒക്കെ വരുമ്പോൾ സ്ഥലപ്പേരുകൾ പരാമർശിക്കുന്നതിന്റെ സാങ്കേതികത്വത്തിലും ഉദ്യോഗസ്ഥർക്ക് ആശയക്കുഴപ്പമുണ്ട്. പ്രാദേശിക തലങ്ങളിൽ നിന്ന് അഭിപ്രായ സ്വരൂപീകരണം നടത്തുമെന്ന് മന്ത്രി പറയുമ്പോൾ അതിന് സംവിധാനം വേറെ ഒരുക്കണം. എതിർപ്പുകൾ ഉണ്ടായാൽ കെ രാധാകൃഷ്ണന്റെ ഉത്തരവ് തന്നെ അപ്രസക്തമാകും. ആകെ മൊത്തം അങ്കലാപ്പ് തന്നെ. എല്ലാത്തിനും പുതിയ മന്ത്രി വ്യക്തത വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. ജനം, തിരുവനന്തപുരം.